ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയത്തെ പ്രീമിയർ ഹോണ്ട ഷോറൂമിലാണ്. നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എലിവേറ്റിൻ്റെ സെക്കൻഡ് ബേസ് വേരിയൻ്റ് ആണ്. സെക്കൻഡ് ബേസ് വേരിയൻറ്റിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ പ്രൈസ് ഒന്ന് നോക്കാം. ഇതിന് രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒരു CVTയും അതേപോലെ മാനുവൽ ഗിയർ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. മാനുവൽ ഗിയർ ഓപ്ഷൻ്റെ പ്രൈസ് വരുന്നത് 14,89,000 രൂപയും CVT ഗിയർ ബോക്സിൻ്റെ പ്രൈസ് വരുന്നത് 16,20,000 രൂപയുമാണ്. ഇനി നമുക്ക് എലിവേറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഒരു വലിയ ഗ്രില്ലുകളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു റോഡ് പ്രസൻസ് തന്നെ ആ ഒരു ഗ്രില്ലുകൾ നമുക്ക് തരുന്നുണ്ട്. വാഹനം റോഡിൽ ഓടി വരുമ്പോൾ തന്നെ അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് തോന്നും. പിന്നെ ഒരു ഹോണ്ടയുടെ ഒരു ലോഗോ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ലോഗോ ആണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വലിയൊരു ക്രോം എലമെൻറ്റ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. അതും അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഹെഡ്ലാമ്പ് യൂണിറ്റുകളെ കുറിച്ച്. ഹെഡ്ലാമ്പ് യൂണിറ്റ് ഒരു മെട്രിക് ഒരു ഫീൽഡിലാണ്, ഒരു മെട്രിക് ഡിസൈൻ്റെ ഒരു ഫീൽഡിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഒരു 4 LED ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 3 LED നൽകിയിട്ടുണ്ട്. എല്ലാം പ്രൊജക്ടറായിട്ടൊക്കെയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഒരു വലിയ DRL ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഇൻഡിക്കേറ്ററും ആ DRL തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അത്യാവശ്യം ഭംഗിയായിട്ടാണ് ആ ഒരു പോർഷൻ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോഗ് ലാമ്പ് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ താഴേക്ക് വരുമ്പം ഒരു വലിയൊരു സ്കിഡ് പ്ലേറ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും ഒരു എയർ ഡാം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. 121 bhp പവറും അതേപോലെ തന്നെ 145 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. ഇനി നമുക്ക് വശങ്ങളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ടയറുകളെ കുറിച്ച് നോക്കാം. ഒരു 16 ഇഞ്ച് ടയറുകളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അലോയ് വീൽസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു ക്ലാഡിങ് അത്യാവശ്യം നല്ല വീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലേക്കൊക്കെ വരുമ്പോൾ ഡോറിൻ്റെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ വീതി കൂടി വരുന്നുണ്ട്. ഈ ഒരു അത്യാവശ്യം ബോൾഡായിട്ടാണ് ആ ഒരു പോർഷനെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട്. ആ ഒരു ബോൾഡ് ക്യാരക്ടർ വാഹനത്തിന് ആ ഒരു ക്ലാഡിങ്ങിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ഈ ഒരു വാഹനത്തിൻ്റെ മിറേഴ്സിലാണ് നൽകിയിരിക്കുന്നത്. മിറേഴ്സ് ആണെങ്കിലും ബോഡി കളേർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയായിട്ടാണ് ആ ഒരു മിറേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷോൾഡർ ലൈനിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ബോഡി കളേർഡ് ആയിട്ടാണ് ഇതിൻ്റെ ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിനകത്ത് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. റൂഫ് റെയിലോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. ആക്സറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിലെ ഫീച്ചേഴ്സ് നോക്കാം. പുറകിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ പറയാം, ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ താഴേക്ക് വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് നൽകിയിട്ടുണ്ട്. റിയർ ഡിഫോഗർ ലൈൻസ് നൽകിയിട്ടുണ്ട്. റിയർ വൈപ്പർ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ഭാഗം വരെ ഉള്ളൂ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് എന്ന് പറഞ്ഞാൽ. എല്ലാ വേരിയൻറ്റിനകത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത്രയും പോർഷനകത്ത് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എങ്കിലും അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഇൻഡിക്കേറ്റർ പക്ഷേ നമുക്ക് ഹാലജൻ ആയിട്ടാണ് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് IVTEC എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഒരു ബ്ലാക്ക് ഒരു ക്ലാഡിങ്, ഒരു ബ്ലാക്ക് എലമെൻറ്റ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു വലിയൊരു സ്കിഡ് പ്ലേറ്റും ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ എലിവേറ്റ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. വലിയ ഒരുപാട് ഗിമിക്സോ കാര്യങ്ങളോ ഒരുപാട് ക്യാരക്ടർ ലൈൻസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അത്യാവശ്യം എലഗൻ്റ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ബാക്കിലെ ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന്. ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. 458 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ. ഒരു മിനിറ്റ്, ബൂട്ട് സ്പേസ് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം മുന്നേ പറയാൻ വിട്ടുപോയതാണ്. ഈ ഒരു വാഹനത്തിൽ നമുക്ക് ക്യാമറ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം ഹിഡൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാനും അത് ബാക്ക് സൈഡ് ഒന്നും പറഞ്ഞപ്പോൾ കണ്ടില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് മുഴച്ച് നിൽക്കുന്ന രീതിയിലൊന്നും അവിടെ ഇല്ല. പിന്നെ 458 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസ് ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസ് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഒരു 16 ഇഞ്ച് ടയറുകൾ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ആ ഒരു ഭാഗത്തും കമ്പനി പിശുക്കോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു പോർഷൻ ഒരുപാട് താഴേക്ക് അല്ലാത്തതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വയ്ക്കാനും എടുക്കാനും ഒക്കെ കുറച്ചും കൂടെ ഈസിയാണ്. പാർസൽ ട്രേ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് എന്തെങ്കിലും നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് ഹുക്ക് ചെയ്തിടാനുള്ള സ്പേസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. സീറ്റുകൾ ഒരു 60-40 സ്പ്ലിറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്
ഈ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബാക്കിലെ ബൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഉള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളെ കീ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കീ വരുന്നത്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിലായിട്ട് ഹോണ്ടയുടെ ലോഗോ നൽകിയിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയായിട്ടാണ് ആ കീ എല്ലാം നൽകിയിരിക്കുന്നത്. പിന്നെ റിക്വസ്റ്റ് സെൻസർ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഞെക്കേണ്ട പിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വഴി സാധനം കയ്യിലുണ്ടെങ്കിൽ വരിക, വലിച്ചു തുറക്കുക, കയറുക, അത്രയും പരിപാടിയേ ഉള്ളൂ. പിന്നെ ഡോറിൻ്റെ ഡിസൈൻ നമുക്ക് നോക്കാം. ഒരു ബീച്ച് കളർ, ബീജായിട്ട് എനിക്ക് തോന്നുന്നില്ല, ചെറിയൊരു ബ്രൗണിഷ് ഒരു ഫീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ബ്രഷ്ഡ് അലുമിനിയം കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, എങ്കിലും അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെയാണ് ഈ പോർഷനിലെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു 4-ഡോർ പവർ വിൻഡോ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കലി മിറേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് എല്ലാം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കിത് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ സ്പീക്കർ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഈ ഒരു വാഹനത്തിൽ നമുക്ക് 4 സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ഒരു സ്പീക്കർ ഈ ഭാഗത്താണ്. 4 ഡോർസ് ആയിട്ടാണ് സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സീറ്റ് ഹൈറ്റ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി അല്ല, മാനുവലി. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് എല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. AC-യുടെ ഡിസൈൻ ഈ ഒരു രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഔട്ടർ പോർഷനിലായിട്ട് ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പുഷ് ബട്ടൺസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റിയറിംഗ് നോക്കാം. ഒരു റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്, ഫ്ലാറ്റ് ബോട്ടം ഒന്നും അല്ല നൽകിയിരിക്കുന്നത്. ഫുള്ളി ബ്ലാക്ക് കളറാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോം എലമെന്റ് ഹോണ്ടയുടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് CVT ഗിയർ ബോക്സ് ആണ്. സോ ഇതിനകത്ത് നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അത്യാവശ്യം സ്പോർട്ടി ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ പറ്റും. പിന്നെ അതുപോലെ ഈ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റും റീച്ചും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഈ ഫുള്ളി അനലോഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലായിട്ട് ഒരു ചെറിയ MID കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം വലിയ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം ഈ ഒരു സിസ്റ്റത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഈ രീതിയിലാണ് AC-യുടെ ഒരു വെൻറ്റ് കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഫിസിക്കലി നമുക്ക് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ടച്ച് കൺട്രോൾസ് ഒന്നുമല്ല, നല്ലൊരു കാര്യമാണ്. വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ താഴേക്ക് വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഒരു 12 വോട്ടിൻ്റെ പവർ ഔട്ട്പുട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് 2 ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു Type-C കൊടുക്കാമായിരുന്നു, 2 USB കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു Type-C കൊടുക്കാമായിരുന്നു. പിന്നെ ഈ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഒരു CVT ഗിയർ ബോക്സ് ആണ്. അപ്പം അതിൻ്റെ ഗിയർ ലെവൽ ഈ രീതിയിലാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ എല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബീച്ച് കളർ നൽകിയിരിക്കുന്നു. പിന്നെ ഈ ഒരു പോർഷനിലേക്ക്, സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. സീറ്റുകൾ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. നമുക്ക് തൈ സപ്പോർട്ട് വലിയ കുഴപ്പമില്ല, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ബോൾസ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫാബ്രിക്സ് ഒക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഫാബ്രിക്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡിൽ കണ്ടതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ബീച്ച് കളറിലാണ് അതിൻ്റെ ആ ഒരു പോർഷൻ്റെ ആ ഒരു കളറെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ഹെഡ് റെസ്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, അത്യാവശ്യം സീറ്റുകൾ കംഫർട്ടബിൾ ആണ്. ഒരുപാട് വലിയ സീറ്റുകളൊന്നും അല്ല, എങ്കിലും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സൺഷെയ്ഡിൽ മിറേഴ്സോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. കോ ഡ്രൈവറിൻ്റെ ഭാഗത്ത് മിറർ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പം 2 ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ ലൈറ്റുകളാണ്, ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡേ നൈറ്റ് അഡ്ജസ്റ്റിംഗ് ഇലക്ട്രിക്കലി കൊടുത്തിട്ടില്ല, നമുക്ക് മാനുവലി തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യണം. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പം ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, എങ്കിലും പിന്നെ അതിൻ്റെ താഴെ ഈ ഒരു പോർഷൻസ് ഒക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ടച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്ലൗ ബോക്സും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഫ്രണ്ട് റോയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ബാക്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ബാക്കിലെ കംഫർട്ട് കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, തൈ സപ്പോർട്ട് ഞാൻ ആദ്യം തന്നെ ഇരിക്കുമ്പോൾ പറയാം. തൈ സപ്പോർട്ട് ശക്കല എനിക്ക് കുറവാണ്. 6.2 ഫീറ്റ് ഹൈറ്റ് ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. സോ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. എന്നെക്കാളും ഹൈറ്റ് കുറവുള്ള ആളുകളാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ലെഗ് റൂം ആവശ്യത്തിലധികം ഉണ്ട്, വളരെയധികം ലെഗ് സ്പേസ് ഉണ്ട്. നമുക്ക് കാലും അത്യാവശ്യം ഉള്ളിലേക്ക് കയറ്റി വെക്കാം. ആ കാര്യങ്ങളെല്ലാം അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. സീറ്റുകളൊക്കെ ആണെങ്കിലും നമുക്ക് 3 പേർക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റെസ്റ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിട്ടുണ്ട്.
നൽകിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ റിയർ AC വെൻറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഈ ഒരു പോർഷനിലായിട്ടും നൽകിയിട്ടുണ്ട്. ഓക്കെ, ബാക്കിലെ റോയെക്കുറിച്ച് പിന്നെ പറയാൻ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അത് ആക്ച്വലി ബാക്കിലെ റോയിലല്ല, അത് കുറച്ച് ഫ്രണ്ടിലേക്ക് കൂടുതൽ കയറിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പിന്നെ ഡോർസിൽ സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോണ്ടയുടെ എലിവേറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം, സെക്കൻഡ് ബേസ് വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമുക്ക് ആദ്യത്തെ 3 വർഷം ഈ വാഹനത്തിൻ്റെ കമ്പനി കൊടുക്കുന്നത് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വാറണ്ടിയാണ്. എന്ന് വെച്ചാൽ 1 ലക്ഷം കിലോമീറ്ററൊക്കെ ഒരു വർഷം കൊണ്ട് ഓടുന്ന ഒരുപാട് ആളുകളില്ലേ, അവർക്കൊന്നും വാറണ്ടിയെക്കുറിച്ച് തിങ്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ നമുക്ക് ഏകദേശം ഒരു 18,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇത് 5 വർഷത്തേക്കാക്കും. 5 വർഷത്തേക്കും അൺലിമിറ്റഡ് വാറണ്ടിയാണ്. എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടിക്കാം. നിങ്ങൾക്ക് 10 ലക്ഷം കിലോമീറ്റർ ഓടിക്കാൻ പറ്റുമോ, യാതൊരു പ്രശ്നവുമില്ല. അത്രയും വാറണ്ടിയാണ് ഹോണ്ട കൊടുക്കുന്നത്. സോ നമുക്ക് ധൈര്യമായിട്ട് എലിവേറ്റ് വാങ്ങിക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റിൽ നിങ്ങൾ വിളിച്ചാൽ മതി. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും വാഹനങ്ങളുടെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.